ഹലോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഒരു മോർണിംഗ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഭാഗം എവിടെയെന്ന് മനസ്സിലായോ? നമ്മുടെ എറണാകുളം ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിർത്തിയ നമ്മുടെ പറൂപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റമായ കൊടുങ്ങല്ലൂരിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. മൂത്തുന്നം കൊടുങ്ങല്ലൂരിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗം ഹൈറ്റ് കുറവായിരുന്നു നമ്മുടെ പാലത്തിന് ആദ്യം. ഇപ്പോൾ നിലവിൽ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. 6 to 7 മീറ്റർ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ഇതേ മുകളിൽ ഷട്ടറിങ് വർക്കുകളും അതേപോലെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുള്ളത് നമ്മുടെ പറൂപ്പാലം തുടങ്ങി നമ്മൾ ചെറിയപ്പള്ളി വരെ അപ്ലോഡ് ചെയ്തു. ഈ ചെറിയപ്പള്ളി മുതൽ വരാപ്പുഴ വരെയുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ കൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി വർക്കുകൾ വളരെ വൈകിയാണ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ചെയ്യുന്ന വർക്കുകൾ വളരെ സ്പീഡായിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. പല ഭാഗങ്ങളിലും റോഡുകളുടെ കലങ്കുകളുടെയൊക്കെ നിർമ്മാണം ഈ ഒരു ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പറൂര് ഒരു പഴയ ഹൈവേ മൂത്തുന്നം വരെ തൊടാതെയാണ് ഈ ഒരു റോഡ് പോകുന്നത് കേട്ടോ. നിലവിൽ ഉള്ളിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് റീറ്റെയിനിങ് വാളുകളുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അവിടെ അവരുടെ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളുടെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരാണ് പറഞ്ഞ പാലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്തോറും ഒരുപാട് എന്താ പറയുക കലങ്കുകൾ പോലെയാണ് നമ്മുടെ അണ്ടർ പാസുകൾ പണിത് വെച്ചിട്ടുള്ളത്. ചിലതൊക്കെ കനാലിന് വേണ്ടിയാണ്. അപ്പോൾ അതേ പാലത്തിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് ഗർഡറുകളാണ്. ഇത് ഇവിടെ ഒരു ഭാഗത്തായിട്ട് ക്രോസ് ചെയ്തുകൊണ്ടൊരു ഡ്രൈനേജിൻ്റെ വർക്ക് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറ്റാറ്റുകര ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും റീറ്റെയിനിങ് വാളുകളുടെ വർക്കുകളൊക്കെ സ്പീഡായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയുടെ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ആ ഒരു കോട്ടപ്പുറം പാലം വരെ ശിവാലയം തൊട്ടിപ്പുറത്തായിട്ട് ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഒരു ചെറിയ റീറ്റെയിനിങ് വാൾ മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ വളരെ ഹൈറ്റ് കുറഞ്ഞൊരു എലിവേറ്റഡ് ഹൈവേ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം ഏകദേശം ഒരു 4-5 മീറ്റർ ഹൈറ്റിലാണ് സെൻറ്റർ വന്നിട്ടുള്ളത്. ബാക്കി ഇങ്ങനെ ചെറുതാക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലൊരു കുഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ കുഞ്ഞ് പിയർമയാണ് ഇത് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പട്ടണംകവല എന്ന ഭാഗത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്താണ് സമരങ്ങളൊക്കെ നടന്നിരുന്നത്. അണ്ടർ പാസ് വേണമെന്ന് ഉള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നിലവിൽ സാങ്ഷനായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടാറിങ് വർക്കുകൾ സർവീസ് റോഡിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുനമ്പൻകവലയിൽ നിന്ന് വരുന്ന ഒരു അണ്ടർ പാസ്സാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തകൃതിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗം സ്പീഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൽപ്പൊടികളൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ നമ്മുടെ മലപ്പുറമൊക്കെ പോണ പോലെ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടി ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് ആ ഒരു ഭംഗിയിലാണ് പോകുന്നത്. നമ്മൾ പറൂപ്പാലം ഇറങ്ങി മൂത്തുന്നം പോകുന്നത് വരെ അതിനിടയിലുള്ള ലെഫ്റ്റിലൂടെയുള്ള മിക്ക വഴിയിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോട്ട് വന്ന് കയറാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കുകളല്ലേ ഏകദേശം കഴിഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരുപാട് റീറ്റെയിനിങ് വാളുകൾ അതേപോലെ ക്രാഷ് ബാരിയറൊക്കെ ഈ ഒരു ഭാഗത്തും വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഇറക്കിറങ്ങി വരെയാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു കലങ്കിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒഴുക്കുള്ള നല്ലൊരു തോടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു പറഞ്ഞ കേട്ടോ. അപ്പം നിലവിൽ ഈ തോട് മുൻപ് ഒരു അടിയൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒഴുക്കിനേക്കാളും ഹൈറ്റിലായിരുന്നു കോൺക്രീഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അത് പൊളിച്ചു കളഞ്ഞിട്ട് രണ്ടാമതാണ് അത് വീണ്ടും ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് നേരത്തെ കഴിയേണ്ട വർക്കായിരുന്നു. അപ്പോൾ അനശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമായിരിക്കാം. അപ്പോൾ അതൊരു പ്രവർത്തനത്തെ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ആലുമാവിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു ആ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു ജുമാപ്പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തെ ഈ ഒരു ഭാഗത്തായിട്ടും 2 സൈഡിലും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഉരുട്ടനുണ്ട് കിടന്ന് കളിയാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൽപ്പൊടിയൊക്കെ അടിച്ച് വീണ്ടും സെറ്റാക്കുന്നു. ഇനി നോക്കി നിങ്ങൾ ചെറിയ പട്ടാള ക്യാമ്പ് പോലെ ചെറിയ ചെറിയ അണ്ടർ പാസുകൾ കാണാം കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് ഒരു അണ്ടർ പാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അതിൻ്റെ അടിയിൽ വെള്ളവും കാര്യങ്ങളും കെട്ടി നിൽക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലും ചെറിയൊരു കനാലുണ്ട്. അപ്പോൾ കനാലിന് വേണ്ടിയുള്ളൊരു വഴിയാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് നോക്കിയ കനാലാണെന്ന് തോന്നുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് വെള്ളമൊക്കെ തട്ടി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു അണ്ടർ പാസ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ
തിരുത്തിപ്പുറം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്ന വഴിയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ ജോജിയാണ് കേട്ടോ. അപ്പം നിലവിൽ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ജോജിയാണ്. അപ്പോൾ ജോജി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ മെട്രോ ബസ്സിലെ സ്റ്റാഫാണ് ജോജി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുടെ ഏരിയ കൂടെ ആയതുകൊണ്ട് ആളെ വിളിച്ച് നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷ്വൽ ഇതാ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചക്കുമരശ്ശേരി ആ ഒരു അമ്പലം കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ ആ ഒരു കർവിൻ്റെ അവിടെ നിന്ന് വളവിൻ്റെ അവിടെ നിന്നുള്ള വഴിയിലൂടെ വരുമ്പോൾ ആ ഒരു അണ്ടർപാസ്സാണ് വന്നിരിക്കുന്നത്. ഇതാ വീണ്ടും ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിലവിൽ ഇങ്ങനെ വാർത്ത് പട്ടാള ക്യാമ്പ് പോലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ നിലവിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് എന്താ പറയുക തോടിനുള്ള ഒരു വഴിവെട്ടലായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ദേ ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. തൂണുകളാണ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ ഹൈവേ ഇങ്ങനെ പൊന്തി വരേണ്ട നല്ല ചെറിയ ഹൈറ്റോട് കൂടി ഇങ്ങനെ ഉയർന്ന് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അപ്പാർട്ട്മെൻറ്റ് കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പില്ലറോ പാലങ്ങളോ ഒന്നുമില്ല. ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ വന്ന് നമുക്ക് കൽപ്പൊടി അടിച്ച് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ടോപ്പിലോട്ട് ഇങ്ങനെ കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിയാലായിട്ട് കാണാം കൽപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പഴയതിനേലും ഈ ഒരു ഭാഗം നമ്മുടെ ഓറിയൻ്റൽ കമ്പനി സ്പീഡാക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതാ ഇവിടെ ആയിട്ടൊരു സിംഗിൾ പീസ് ഗാർഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അടുത്തൊരു അണ്ടർപാസ് എത്തേണ്ട. അപ്പോൾ ഇത് തിരുത്തിപ്പുറം ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന അണ്ടർപാസ് ആവാനാണ് ചാൻസ് കേട്ടോ. അങ്ങനെ ഈ ഒരു ക്രോസ് ആയിട്ടൊരു കനാലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഏകദേശം കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിലുള്ള ക്രാഷ് ബാരിയർ സെറ്റിങ് അതേപോലെ തന്നെ കൽപ്പൊടി അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഈ ഒരു ഗർഡറുകളൊക്കെ വാർത്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗർഡറുകളൊക്കെ ഇനി ഏതൊരു ഭാഗത്തേക്കാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി അതേ നമ്മുടെ ലേബർ ജംഗ്ഷൻ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു വഴിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ റീറ്റെയിനിങ് വാളിന് വേണ്ടിയാണ് റൈറ്റ് സൈഡിൽ ഇതേ കുഴിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഭാരത് ഹോസ്പിറ്റൽ അതേ വാവക്കാട് ആ ഒരു വഴിയാണ് ഈ കാണുന്നത്, നമ്മുടെ ക്രോസ് ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് എത്തുന്ന അണ്ടർപാസ്സാണ് നമ്മുടെ ലേബർ ജംഗ്ഷൻ. അപ്പോൾ പഴയ ഹൈവേ നിങ്ങൾക്ക് നോക്കി കാണാം ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുന്നത് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ NH66 ഇതേ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തൊക്കെ സർക്കാരിൻ്റെ പുതിയ ക്യാമറ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ അതൊക്കെ എടുത്തു മാറ്റേണ്ട ആവശ്യം വന്നു അല്ലേ. അപ്പോൾ എന്തായാലും എടുത്തു മാറ്റിയിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ വർക്കിംഗ് ആണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മുടെ സർവീസ് റോഡ് ഇങ്ങനെ കൽപ്പൊടി അടിച്ചു അതിൻ്റെ മുകളിൽ അവർ PCC ഒക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റിൽ നമ്മുടെ പഴയ റോഡ് സെൻറ്ററിലായിട്ട് നമ്മുടെ പണിക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് ഷാപ്പ് പടി അതേപോലെ തന്നെ കടവ് സ്റ്റോപ്പിൻ്റെയൊക്കെ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു KSRTCനെയും കൊണ്ട് നമ്മുടെ ആറ്റുപുറത്ത് ബസ് പോകുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റിലായിട്ട് ഈ ഒരു ഭാഗത്തുമ്പോഴത്തേനും നമ്മുടെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റിലായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആ ഒരു ലെവലിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കുന്നുണ്ട്. റീറ്റെയിനിങ് വാളുകളൊക്കെ പൊക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വർക്കുകളിൽ പുരോഗമനം ഉണ്ടെന്ന് നമുക്ക് പറയാം. നമുക്കതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ട് തോന്നിയത് ഈ ഒരു ഭാഗമുണ്ട്. നമ്മുടെ എന്താ പറയുക കടവ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് മൂത്തുംതോട്ട് പോകുന്ന ആ ഒരു പാലം ഉണ്ടായിരുന്നു, പഴയ പാലം. അപ്പോൾ ആ ഒരു ഇടുങ്ങിയ പാലം പൊളിച്ച് കളഞ്ഞ് അല്ലേ വളരെ പെട്ടെന്നാണ് അവർ പുതിയ ഒരു സർവീസ് റോഡ് ലെഫ്റ്റ് സൈഡിലും അതേപോലെ 2 ചെറിയ പാലങ്ങളും അതേപോലെ റീറ്റെയിനിങ് വാളുള്ള വർക്കുകളൊക്കെ ആയിട്ട് ഗംഭീര സ്പീഡിലാണ് ഈ ഒരു ഭാഗത്ത് ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിലവിൽ അത്യാവശ്യം ഒഴുക്കുള്ളൊരു വഞ്ചികളൊക്കെ പോകുന്നൊരു ചെറിയൊരു പുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുഴേനെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം നിലവിൽ ഈ ഒരു ഭാഗം അല്ലേ ലെഫ്റ്റ് സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ റീറ്റെയിനിങ് വാളുകളൊക്കെ ജോയിൻ്റ് ആയിക്കൊണ്ട് പോകുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ മൂത്തുന്നമ്പാൽ നിന്ന് ലേബർ ജംഗ്ഷൻ തെക്കോട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ട് കാണുന്നത്. അങ്ങനെ നമ്മുടെ റോഡിൻ്റെ ആ ഒരു ലെവലേശായിട്ടുണ്ടല്ലേ. അങ്ങനെ ഇപ്പോൾ മൂത്തുന്നം അണ്ടർപാസ്സൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റിലോട്ട് നമ്മുടെ ഇപ്പം ഞാൻ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തോട്ടാണ് വിഷ്വൽ കാണിക്കുന്നത്. അപ്പോൾ റൈറ്റിലോട്ടാണ് നമ്മുടെ മാലിങ്കര ആ ഒരു ഭാഗത്തും ചെട്ടിക്കാട് പള്ളിയൊക്കെ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മൂത്തുന്നം അമ്പലം കാര്യങ്ങളാണ്. ഇനി തിരിച്ച് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവസാന എൻഡായ ഭാഗമാണ് കാണിക്കുന്നത്. കാരണം വെച്ചാൽ എറണാകുളം ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റം ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് റൈറ്റിലായിട്ട് സർവീസ് റോഡിൻ്റെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡ് ടാർ ചെയ്ത് പൂർണ്ണമായി ആ പുഴയുടെ ഒരു ഭാഗത്തോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ
നമ്മുടെ റീറ്റനിങ് വാളുകളൊക്കെ വെച്ച് ട്രാക്ക് സെറ്റാക്കി കൽപ്പുരടിച്ച് ലെവലാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ PCC അതേപോലെ ടാറിങ് വർക്കുകളൊക്കെ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻട്രലായിട്ടുള്ള മരങ്ങളും സാധനങ്ങളൊക്കെ വെട്ടി ഈ ഒരു ഭാഗം ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ട്. വലിയ പടകൂറ്റം മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വർക്കിൻ്റെ ഭാഗമായിട്ട് നേരത്തെ വെട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലെ പാലത്തിൻ്റെ 2 ലൈൻ തന്നെയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രാഷ് ബാരിയർ ലൈറ്റ് വർക്കുകളൊക്കെ മാറ്റുന്നതായിരിക്കും. ബാക്കി നമ്മുടെ പഴയ പാലം ആ ഒരു രീതി തന്നെ നിലനിർത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ പാലത്തിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നിലവിൽ നമ്മുടെ റൂഫിൻ്റെ ടോപ്പ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് പൊന്താനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലം ഉദ്ദേശിച്ചിട്ടുള്ളത് സ്റ്റീൽ ട്രസ് വർക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ റീച്ച് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എന്താ പറയുക VP തുരുത്തിലാണ്, വലിയ പല്ലം തുരുത്തിലായിട്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീൽ ഗർഡറുകളൊക്കെ ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും 4 പൈലിങ് ചെയ്തിട്ടുള്ള തൂണുമെന്ന് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഫൂട്ടിങ്ങും അതേപോലെ പിയർ ക്യാപ്പൊക്കെ പൊന്തി വന്നിട്ടുള്ളത് കേട്ടോ. തൊട്ടപ്പുറത്തെ പാലത്തിൻ്റെ നമുക്ക് പഴയ പാലത്തിന് നോക്കിയാൽ കാണാം, റൗണ്ട് ടൈപ്പാണല്ലേ അടിയിൽ ആ കോളം അവർ കെട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മുടെ പുതിയ പാലത്തിൻ്റെ ഈ സൈഡിലെ പഴയ മോഡൽ ക്രാഷ് ബാരിയർ കളഞ്ഞിട്ട് പുതിയ മോഡൽ നമ്മൾ കാണുന്ന ആ ഒരു ടൈപ്പിലോട്ട് ആക്കും. അതാണ് നമ്മുടെ പുതുപൊന്നാനി ആ ഒരു റേഞ്ചിലൊക്കെ KNRCL കമ്പനി പുതുപൊന്നാനി പാലത്തിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലം നമ്മൾ സ്റ്റീൽ ട്രസ് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ഓറിയൻ്റൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിനാണ് കേട്ടോ. ഈ വലിയ പല്ലന്തുരത്ത് എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മുടെ 2 കമ്പനികളും സെപ്പറേഷനായിട്ട് പോകുന്നത്. അപ്പുറത്തെ പാലം ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഉണ്ടാ, അപ്പോൾ ഇപ്പുറത്തത് ഓറിയൻ്റൽ കൺസ്ട്രക്ഷനുമാണ്. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സ്റ്റീൽ ഗാർഡുകൾ ഇറക്കിയിട്ടിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിലെ ആ ഒരു മെഷീനറി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് എല്ലാ പണികളും കഴിഞ്ഞു. ഇപ്പോൾ അത് കഴിച്ചുകൊണ്ട് പോയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിലവിൽ ഈ ഒരു ഭാഗത്ത് റാമ്പ് പോലെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ റോഡിനേക്കാളും ഹൈറ്റ് കൂട്ടി കൽപ്പൊടിയൊക്കെ അടിച്ച് സെറ്റാക്കി നമ്മൾ ഈ പഴയ പാലടക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ഭാഗത്ത് കൂടെ വർക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു റാമ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പീസായിട്ട് കോൺക്രീറ്റുകളൊക്കെ ചെയ്തിരുന്നു. അപ്പം നിലവിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പ്ലാൻ മാറ്റിയെന്നാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ ഒരു ഭാഗത്തുള്ള ആ ഫുള്ളി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നല്ല വലിയ ബീമുകളായിരുന്നു ഈ അറ്റം തുടങ്ങി ആ പാലത്തിൻ്റെ ആ ഒരു റേഞ്ച് വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റീൽ റാമ്പ് വെച്ചിട്ടുള്ള പാലത്തിലോട്ട് കയറാനുള്ള ഉദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.